ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചുരിദാറാണ് തയ്ക്കാൻ പോണത്. അപ്പോൾ ഇതിന് മുന്നേ ഈ ചുരിദാർ കട്ടിങ് ചെയ്യുന്ന വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതെന്തായാലും പോയി കാണാം. ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ ഉള്ള കഴുത്താണ് ആദ്യം നമ്മൾ തയ്ക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പീസ് ക്രോസ് പീസ് തയ്ച്ചതിന് ശേഷം ഇത് ടോപ്പ് മറച്ചിടണം, ലൈനിങ് ചുരിദാറല്ല. അപ്പോൾ നമുക്കത് നെക്ക് ആദ്യം അടിക്കാം. ഒരു വി നെക്കാണ് വെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വി നെക്ക് നമുക്ക് തയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്ക് തയ്ക്കാം. അപ്പോൾ നെക്ക് തയ്ക്കാനായിട്ട് നമ്മുടെ തയ്ക്കുന്ന തുണിയുടെ നല്ല പുറത്ത് വെച്ചിട്ടാണ് ഈ തയ്ക്കുന്നത്. നല്ല പുറത്ത് വെച്ചിട്ട് ക്രോസ് പീസ് ഈ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ വെട്ടിയ പീസ് കഴുത്തിൻ്റെ ഈ തുണിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്, നല്ല പുറത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുത്തുമ്പോൾ നമ്മൾ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. അപ്പോൾ നൂലൊക്കെ നമ്മൾ മഞ്ഞ നൂലൊക്കെ നമുക്ക് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ നെക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടൊക്കെ വെക്കുക. ആ കറക്റ്റായ ഭാഗത്ത് കറക്റ്റ് അല്ലേ നോക്കുക, എന്നിട്ട് വേണം വെക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കത് തയ്ച്ചെടുക്കണം. ഇപ്പോൾ കഴുത്തുമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറക്റ്റൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കത് തയ്ച്ചെടുക്കാം. കാലൊക്കെ വിട്ടതിന് ശേഷം നമുക്കത് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വീനെക്കിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ കുത്തി നിർത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കാനായിട്ട്. ബാക്കി ഭാഗം കൂടെ നമുക്കത് അടിച്ചെടുക്കാം. ഒരു 4 ഇഞ്ചിന് വിട്ടിട്ട് മുകളിലറ്റം വരെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് നോക്കാം കേട്ടോ. ഇനി അതിന് ശേഷം ഇത് തയ്ച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. അപ്പോൾ തയ്ച്ചതിന് ശേഷം ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് ഉൾവശത്തെ ഭാഗത്തിട്ടിട്ട് വേണം ചെറുതായിട്ട് നമ്മൾ അടിച്ചതിൻ്റെ മുകളിലായിട്ട് വേണം വെട്ടാൻ. നൂല് കടന്ന് പോയത് നൂലുമ്മിൽ കൊള്ളരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിക്കുമ്പോൾ എളുപ്പത്തിൽ അത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെട്ടിയതിന് ശേഷം നല്ല വറുത്തൻ്റെ മുകളിൽ വെച്ച തുണിയില്ലേ, അത് ഉൾവശത്തേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഉൾവശത്താക്കി വെച്ച ചെറിയ പീസില്ലേ, അതിൻ്റെ വശത്ത് കൂടെ അടിച്ചെടുക്കുക കേട്ടോ. ചെറിയ അറ്റത്തായിട്ട് അടിച്ചെടുക്കുക. അത് ഉൾവശത്തേക്ക് പോകേണ്ട പീസാണത്. ഇങ്ങനെ വെച്ച് കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് നമ്മളെ കഴുത്ത് പെർഫെക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഭാഗമൊക്കെ മധ്യഭാഗം എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ടൊക്കെ തയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ അത് ഫുൾ അടിച്ചെടുക്കാം. അത് അടിച്ചതിന് ശേഷം ഉൾവശത്ത് നമ്മൾ അങ്ങനെ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇതിൽ നോക്കുക. എന്നിട്ട് ഉൾഭാഗത്തേക്ക് അത് മടക്കുക. ഉൾഭാഗത്തേക്ക് അതിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഷേപ്പിനൊന്ന് ആക്കിയിട്ട് മുകൾ വശത്ത് കൂടെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ അടുത്ത് കൂടെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നല്ല വറുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അടിക്കുന്നത്. നേരത്തെ വെച്ച പീസ് ഇപ്പോൾ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്ത് കൂടെ മുകളിലൂടെ അടിച്ചെടുക്കാം. അപ്പോൾ കഴുത്ത് പെർഫെക്റ്റായിട്ട് കിട്ടും. ഭാഗത്തെത്തുമ്പോൾ സെൻറ്ററിലെത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് വേണം ബാക്കിയുള്ള ഭാഗം കൂടെ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഇനി ബാക്ക് നെക്ക് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നൂലൊക്കെ മുകളിൽ വരുന്ന ചെറിയൊരു പീസ് മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. നൂലൊക്കെ വെട്ടിക്കളയാം. പിന്നെ അടുത്തത് ബാക്ക് സൈഡാണ് അടിച്ചെടുക്കുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് വെട്ടിയിട്ടുള്ളത്. ഇതേപോലെ നല്ല പുറത്ത് വെച്ചിട്ട് ക്രോസ് പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. കഴുത്തിൻ്റെ ആകൃതിക്ക് വെച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ നല്ല പുറത്ത് വെച്ചിട്ട് മുകളിൽ കറക്റ്റാക്കി വെക്കുക. എന്നിട്ടൊരു 4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കാം. റൗണ്ടൊക്കെ അടിക്കുമ്പോൾ കുത്തി നിർത്തിയിട്ടൊക്കെ അടിക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിന് റൗണ്ടൊക്കെ കിട്ടും കേട്ടോ.
ഫ്രഞ്ച് നെക്ക് ചെയ്ത പോലെ തന്നെ അടിച്ചതിന് ശേഷം ഉൾവശത്തുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഉൾവശത്തേക്ക് അതിനെ മടക്കിയിട്ട് ഉൾവശത്ത് ആ ഭാഗത്ത് ആ പീസുമ്മ കൂടെ വേണം അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ റൗണ്ട് നെക്ക് നമുക്ക് അടിച്ചെടുക്കാം. കഴുത്ത് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ നെക്കായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഉൾവശത്തേക്ക് ഫുള്ളും മടക്കുക, മുകളിൽ കൂടെ അടിക്കുക കേട്ടോ. ഇനി തയ്ച്ചതിന് ശേഷം ഉൾവശത്തേക്ക് മടക്കുക, എന്നിട്ട് ഇതേപോലെ 4 ഇഞ്ച് വിട്ടിട്ട് നല്ല വശത്തു കൂടെ മുകളിലൂടെ തന്നെ അടിച്ചെടുക്കാം. കഴുത്ത് നെക്കൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയുള്ള ചെറിയ പീസ് മുകളിലൊക്കെ വന്നൊക്കെ കറക്റ്റ് വെട്ടി കൊടുക്കുക, നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അതിന് ശേഷം ഷോൾഡർ അടിക്കണം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് അടിക്കലാണ് കേട്ടോ. അപ്പോൾ 2 അപ്പോൾ 2 ടോപ്പ് സൈഡും അടിച്ചിട്ടുണ്ടാകും. ബാക്ക് ഫ്രണ്ടും നെക്ക് അടിച്ചതിന് കഴിഞ്ഞു. ഇനി അതിന് ശേഷം 2 നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം ഷോൾഡർ അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ പൂട്ടാൻ പോകും. 2 ഷോൾഡറും ചേർത്ത് വയ്ക്കുക, നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് കഴുത്തിൻ്റെ സൈഡും ഒപ്പല്ലേ നോക്കുക. എന്നിട്ടൊരു 4 ഇഞ്ച് വിട്ടിട്ട് അടിക്കുക. 2-3 അടി അടിക്കുക കേട്ടോ, എന്നാലേ ലോക്കായിരിക്കുള്ളൂ. അതേപോലെ 2 സൈഡും ചെയ്യാം. അപ്പോൾ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വയ്ക്കാം. ഇനി കൈ വയ്ക്കലാണ്. കൈ വയ്ക്കാൻ പോകണം. അപ്പോൾ കൈ വയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ചെറിയ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി സെൻറ്റർ നോക്കിയിട്ട് കൃത്യമായിട്ട് വയ്ക്കാം. ഇപ്പോൾ ടോപ്പിൻ്റെ നല്ല വശമാണ് മുകളിലുള്ളത്, അതുപോലെ കൈയിൻ്റെയും നല്ല വശം മധ്യഭാഗത്ത് വയ്ക്കുക. നമ്മൾ ഷോൾഡർ അടിച്ചില്ലേ അവിടെ ആയിട്ട് കൈയിൻ്റെ മധ്യവശവും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ കൈ അടിച്ചെടുക്കാം. ആ ഷേപ്പിന് തന്നെ കറക്റ്റ് അടിച്ച് പോവാം കേട്ടോ. അതിനനുസരിച്ച് കുത്തി നിർത്തിയിട്ടൊക്കെ തയ്ക്കാം. അപ്പോൾ 2 കൈയും ജോയിൻ ചെയ്യാം കേട്ടോ. കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ അടിച്ചെടുക്കാം. 1/2 ഇഞ്ച് വീതിയിൽ താഴെ വരെ തയ്ച്ചെടുക്കാം. വളവൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് വളച്ചും കാര്യങ്ങളൊക്കെ തയ്ക്കാം. കൈ 1/2 ഇഞ്ച് വീതി തന്നെ അടിച്ചെടുക്കുക കേട്ടോ. കൈ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് തുണിയൊന്നും പെടാണ്ട് നോക്കണം. ടോപ്പിൻ്റെ വശങ്ങളെ 2 വശവും അങ്ങനെ തന്നെ അടിക്കുക. 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നൂല് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 അടി പോരാ, 2 അടി അടിക്കുക. അടിച്ചതിന് ശേഷം ഒന്നും കൂടെ ഇപ്പുറത്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യില്ലേ വരും. ഇനി അടുത്തത് അപ്പോൾ 2 കൈ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കൈ താഴെ മടക്കി അടിക്കുക കേട്ടോ. 1 ഇഞ്ച് 1/2 ഇഞ്ച് മടക്കിയിട്ട് ഉൾവശത്തേക്ക് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് അങ്ങനെ തയ്ച്ചെടുക്കാം. അങ്ങനെ കൈയൊക്കെ തയ്ച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം കൈ നമുക്ക് അടിക്കാം. 2 വശങ്ങൾ കൈയിൻ്റെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. നമ്മൾ ടോപ്പിൻ്റെ ഷേപ്പ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ കൈയുടെ ഷേപ്പൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. കൈക്കുഴിയിൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് കുത്തി നിർത്താം. തയ്യൽ തുമ്പ് ഇട്ടിട്ട് വരച്ച് അടയാളപ്പെടുത്തിണ്ടായില്ലേ, അപ്പോൾ അതേ വശത്ത് കൂടെ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ചെടുക്കുക. അവിടെ വെച്ച് കെട്ടിടുക, ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇനി സ്ലിറ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ താഴെ നിന്ന് തുടങ്ങിയിട്ട് 1 ഇഞ്ച് മടക്കിയിട്ട് വേണം അടിക്കാൻ. 1/2 ഇഞ്ച് ആദ്യം മടക്കുക, എന്നിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ആ വീതിക്കനുസരിച്ച് താഴെ നിന്ന് മുകളിൽ വരെ അടിച്ചെടുക്കാം. ഇപ്പോൾ 1 സ്ലിറ്റ് അടിക്കാനാണ് കാണിക്കാനുള്ളത്. അതുപോലെ ബാക്കി എല്ലാ സ്ലിറ്റും അടിച്ചെടുക്കാം കേട്ടോ.
ഓരോ ഇങ്ങനെ അടിച്ചടിച്ച് മടക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് താഴെ നിന്ന് അടിച്ചടിച്ച് ഇങ്ങനെ വരിക. ആ വീതിക്കനുസരിച്ച് സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഷേപ്പിന് ആക്കി കൊടുക്കാം. നല്ല നീളത്തിലെടുത്തിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത്. സ്ലിറ്റ് അടിക്കാനിപ്പോൾ ഇത്തിരി കൂടുതലുണ്ടാവും കേട്ടോ. താഴെ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കൊടുക്കണം. വളവൊന്നും വരാണ്ട് വേണം സ്ലിറ്റ് അടിക്കാൻ. കോട്ടൻ്റെ തുണി ആയതിനാൽ നമുക്ക് കുഴപ്പമില്ല, വേഗം അടിച്ചെടുക്കാം. സ്ലിറ്റ് അടിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. തയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്കാണ് ഈ കാണിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.